ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഹൊറർ ഗെയിമാണ് കളിക്കാൻ പോണത്. കുറേ ദിവസമായി കളിച്ചിട്ട്. റിപ്പോർട്ടർ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്ബൊക്കെ അടിക്കുക. ബാക്കി നമുക്കപ്പോൾ ഗെയിമിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണാം. അത് ഒരു PC ഗെയിമിൻ്റെ വൈബ്. ഇത് മറ്റേ ഔട്ട്ലാസ്റ്റൊക്കെ പോലെ റെക്കോർഡ് ചെയ്ത് കളിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. കളിച്ചു നോക്കാം. ആള് കിടപ്പിലായിരുന്നു. നൈസായിട്ട് ഇപ്പോൾ പൊങ്ങണ അതെ, ആള് ബാത്റൂമിലായിരുന്നു. ഇത് കണ്ണാടിയായിരുന്നില്ലേ? ഇതൊരു മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് കൊടുക്കുന്ന ഗ്രാഫിക്സ് ഉണ്ടോ? ഒന്നും പറയാനില്ല. ഗൈസ്, ഇവിടെ എന്തോ ഫോൺ കോളൊക്കെ കേൾക്കാം. അതെ, ഇവിടെ ഒരുത്തൻ്റെ ഫോൺ അടിക്കണ്ട്. ആരാ വിളിക്കണ? മച്ചാനെ. അത് ശരി, ഇങ്ങാട് വിളിച്ചിട്ട് കോള് കിട്ടണല്ലോ. ഓ ഗൈസ്, ലൈറ്റ് ഒരു വെറൈറ്റി UV സ്കാനർ. ഇതെന്ത് സാധനം? ഇവിടെ ഒന്നും ഇല്ലെന്നാണ് ഗൈസ്. തുറക്കണം എങ്ങനെയാണ്? ഗൈസ് എന്തായെന്ന് അറിയാ, പെട്ടെന്ന് നമ്മ പേടിച്ചുപോയി. സാധനം വന്ന് ഫ്രണ്ടിൽ നിൽപ്പണ്ടായി. ഓ ഗൈസ്, പ്രേതം കിടക്കാൻ റൂമാണ് അത്. രക്ഷയില്ല, സംഭവം രക്ഷയില്ലായിരുന്നു. ശരിക്കും പേടിച്ചുപോയി. എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. നല്ല പേടിപ്പെടുത്തണ പ്രേതത്തിന് ഇത്ര സെറ്റപ്പ് വീടാ. നമുക്ക് ഒന്നും പറയാനില്ല. വൻ ഹൊറർ തന്നെയാണ്. പ്രേതത്തിന്റെ അപ്പൻ, അങ്ങനെ വേണമെങ്കിൽ പ്രേതത്തിന്റെ അപ്പൻ. വൻ പേടി തന്നെ ഉണ്ട്. വണ്ടി ഇല്ലാത്ത ഉള്ള ജീവനും കൂടെ ഉമ്മാര് കളയും. നൈസായിട്ട് ഈ കട്ടിൽ പൊതിച്ചുകൂടി അങ്ങ് കിടക്കാൻ പറ്റിയും കിടന്നാനെ, അതും പറ്റൂല. അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാനും പറ്റൂല. അതെ, ആകെ പെട്ടുപോയി. നമ്മൾക്കത് തുറക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഗൈസ്, ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ ലൈക്കൊക്കെ ചെയ്യുക. അതേ പറഞ്ഞാലും ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങോട്ട് ചെയ്ത് വെച്ചേക്ക. നമുക്ക് ഇനി അടിപൊളിയാക്കാനുള്ളത്. പയ്യെ വാതിൽ തുറന്ന് നേരെ പോയി നോക്കാം. എന്തെങ്കിലും ചാടി വന്നാൽ നല്ല ജീവനും പോകും. മിക്കവാറും വരും. അവിടെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. എന്റെ പൊന്നോ, ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കയറാം. അതെ, ഇവിടെ തിയേറ്ററൊക്കെ ഉണ്ട് ഗൈസ്. പ്രേതം ഇത്ര റിച്ചായിരുന്നു. പ്രേതത്തിന് ഗെയിമിംഗ് ചാനലാ. രക്ഷയില്ല. അവിടെ എന്തോ പെശക്ക് നടക്കണ്ട്. നമ്മ കയറി ചെന്ന് ഇപ്പൊ പെട്ടിയാവും. പിടിച്ചോ? ഒന്നുമില്ലായിരുന്നു, വെറുതെ പേടിപ്പിക്കാനായിട്ട്. ഇവിടെ ലോക്കറും പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇതിന്റെ ഒരു ലോക്ക് അറിഞ്ഞൂടാ. അത് വേറെ കാര്യം. എന്റെ പൊന്നോ, നമുക്ക് എന്തായാലും ആള് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വെറുതെ പേടിപ്പിച്ചിട്ട് ഗെയിം കളിക്കാൻ വന്നാന്ന് ചട്ടിയൊക്കെ എടുത്താണ്ട്. നമുക്ക് നൈസായിട്ട് ഈ TV-യുടെ ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാന്ന് നോക്കാം. ഒരു പരിപാടിയില്ല. അയ്യോ, എനിക്ക് തോന്നണം ആ പ്രേതത്തിനെ നമ്മ ഫോളോ ചെയ്യണമെന്ന്. അയ്യോ, വാതിലും തുറന്നുപോയി. നമുക്ക് നൈസായിട്ട് ആ പ്രേതം ഓടിയ സ്ഥലത്തേക്ക് വിടാം. എന്തായാലും ദേ ഇവിടെ നമ്മ വന്നാണ്. നേരെ ഒരു വാതിലുണ്ട്, അത് ലോക്കായിരുന്നു നേരത്തെ. നമുക്കിപ്പോൾ തുറന്നു നോക്കാം.
ലോക്ക് തന്നെയാണ്. അതിപ്പോഴും ലോക്ക് തന്നെയാണ്. അവൻ എവിടെയെന്ന് എന്തെങ്കിലൊക്കെ ഇവിടെ കിട്ടാതിരിക്കൂല. ചോറ് തിന്നാണല്ലോ. ഓ ഇവിടെ ആകെ ക്ലീൻ ആക്കി വെച്ചേക്കാണല്ലോ. പ്രേതം നമ്മളെ ഗസ്റ്റ് ആക്കി വെച്ചേക്കായിരുന്നോ? ഇവിടെ എന്താണ്? ഒരു തേങ്ങ തുറക്കാനും പറ്റൂല. ഈ വാതിലക്കാരെ അടച്ചിട്ടോണ്ടും പോണെന്ന് അറിഞ്ഞൂടാ. തുറക്കാൻ പറ്റുമോ? അപ്പൊ തന്നെ അടയ്ക്കും. നമുക്ക് നൈസായിട്ട് ഈ വഴി ഒന്ന് പോയി നോക്കാം. അതെ കണ്ട വാതിലടച്ച്. എന്താണ് ഈ ഇവിടെ നമ്മ എന്തോ ചെയ്യണോന്ന് പറഞ്ഞു ഗൈസ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കളിക്കണം. അതെ 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 ഗൈസ്, ആ സാധനം വന്നിട്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഗെയിം ആകെ സൈലന്റ് ആയതുകൊണ്ട് പേടിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്ത് വെച്ചേക്കാം. നമുക്ക് നൈസായിട്ട് ഈ കബോർഡൊക്കെ വലിച്ചുറക്കാൻ പറ്റും നോക്കാം. ഫോൺ താഴെ ഇടണമെന്ന് പറഞ്ഞ ഗൈസ്. പക്ഷെ അപ്പൊ നമുക്ക് വെട്ടവും കാണാൻ പറ്റില്ല. അതെ, ഇതൊക്കെ ഡമ്മിയാണ്. ഈ ലോക്കർ തുറക്കാനൊന്നും കൂടി നോക്കണം. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ടാസ്ക് അതാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്പർ വേണം. നമ്പർ നമുക്ക് നമ്പർ നമുക്ക് വല്ല പൊക്കത്തിൽ നിന്നൊക്കെ തപ്പി പിടിച്ചെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ലോക്കാണ്. അതാണ് കാണാനും ഇല്ല. ഒരു തൊട്ട് നമുക്ക് നമ്പർ അന്വേഷിക്കാം. അല്ലെങ്കിൽ ടി വിയിൽ വല്ല ക്ലൂ ഒന്നും ഉണ്ടാകാൻ നോക്കാം. ഈ ടി വി ഇങ്ങനെ ഓണാക്കി വെച്ചേക്കണമെങ്കിൽ എന്തോ പന്തിയേട് ഉണ്ടാവും. അതെ, 6 ഇത് നോക്കാം. 6:2:5:0 സമയമാണെന്ന് തോന്നുന്നു. എന്നാലും അടിച്ചു നോക്കാം. ഇത് ഗെയിം കളിക്കണ പ്രേതം റിച്ച് എന്തോ വടിവാള പോലത്തെ സാധനം കിട്ടി. ഒരു ഉപകാരമില്ലെന്ന് മനസ്സിലായി. അവിടെ തന്നെ വെച്ചുണ്ട്. അതിനടിച്ചു കൊല്ലാനും പറ്റൂല. അതെ, നമുക്ക് നൈസായിട്ട് എന്തോ വായിച്ചിട്ടൊക്കെ ഉണ്ട്. പ്രേതത്തിന് ബുക്ക് വായിക്കണ പണിയൊക്കെ ഉണ്ടെന്ന് തോന്നുട്ടോ. നമുക്ക് നൈസായിട്ട് തുറക്കാൻ പറ്റും നോക്കാം. അപ്പൊ ഗൈസ് മൂഞ്ചിയിട്ടുണ്ട്. തുറക്കാൻ പോലും പറ്റില്ല. തുറക്കാൻ പോലും നമുക്ക് അതിനെയും കാണാനില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ തിരിച്ചു വന്ന റൂമിൽ തന്നെ, അല്ല ആദ്യം വന്ന റൂമിൽ തന്നെ നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ എന്തെങ്കിലും അതേനാ ഹു ആർ യു വൈ ആർ യു ഹിയർ. അത് എനിക്കും അറിഞ്ഞൂടാ. അത് വെച്ചിട്ടോ ഇതാണെന്ന് തോന്നുകൂടാ. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ നിന്നാണ് എണീറ്റ് വന്നത്. ഈ കക്കൂസൊക്കെ തുറക്കാൻ പറ്റും നോക്കാം. ഇല്ല, ഓടലാണ് ഇതിന്റെ മെയിൻ. അതിനെ കാണാനും ഇല്ല. ആ പ്രേതം 2-3 പേര് പിടിച്ച് ഓടിയെന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നിട്ടില്ല ഗൈസ്. അതെ, ഇവിടെ എന്തോ നോട്ടുണ്ട്. 40, 80, 20, 30 സംഭവം കിട്ടി ഗൈസ്. 40, 80, 20, 20, 30 കേട്ടോ. അവിടെ ചെന്ന് മറന്നുപോയാൽ മൂഞ്ചി. നമുക്ക് നൈസായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 40 ഗൈസ് സംഭവം നമുക്ക് കിട്ടിയെങ്കിലും ഇതൊരു ഐഡിയ ഇല്ലാണ്ട് നമ്മ വട്ടം തിരിഞ്ഞേക്കാണ്. ഇനി എന്തായാലും നമുക്ക് കളീനെ പറ്റി ഒന്ന് ശരിക്കും പഠിച്ചിട്ട് ഒന്നുകൂടെ കളിക്കാം. അതുവരെ ഞാൻ വീഡിയോയുടെ നിർത്തുകയാണ്. ശരി എന്നാ.